ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പുതിയ വേരിയൻ്റ് ആണ്. ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങളൊക്കെ നടന്നു വരുന്നതേ ഉള്ളൂ. ഡോക്ടർ, ഒരു ബ്രേക്കിന് ശേഷം കോവിഡ് കേസസ് ദിനംപ്രതി കൂടി വരികയാണല്ലോ. ഈ ഒരു സാഹചര്യത്തിൽ എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് നമുക്ക് എടുക്കാൻ സാധിക്കുന്നത്? ഇതിനെ നമുക്ക് എങ്ങനെയൊക്കെ തടയാൻ സാധിക്കും? കോവിഡിനെതിരെയുള്ള പ്രിക്കോഷൻസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയായിരുന്നു. നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതും എല്ലായിടത്തും കേട്ടിരുന്ന കാര്യങ്ങളൊക്കെ തന്നെ. ബേസിക് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഹാൻഡ് ഹൈജീൻ, ആൽക്കഹോൾ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സാനിറ്റൈസർ ഉപയോഗിച്ച് നമുക്ക് കൈ കഴുകുക, മാസ്ക് ധരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ചും ക്ലോസ്ഡ് സ്പേസസിൽ എന്തെങ്കിലും പബ്ലിക് ഗ്യാതറിങ്സ് ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവിടെ മാസ്ക് ധരിക്കാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് എന്തെങ്കിലും തരത്തിലുള്ള ജലദോഷം, ചുമ തുടങ്ങിയ സിംറ്റംസ് കാണിക്കുന്ന ആൾക്കാർ. 3, ഒരു മിനിമം സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക, പ്രത്യേകിച്ച് ഇതുപോലുള്ള സിംറ്റംസ് ഉള്ളവർ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു യങ് ജനറേഷൻ ഗ്രൂപ്പാണ്. കാര്യം അവർ കൂടുതലായും ഒരു കരിയറായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. വൈറസ് അവരുടെ ശരീരത്തിൽ പ്രവേശിച്ചാലും അവരുടെ ഇമ്മ്യൂണിറ്റി ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. ബട്ട് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അത് കുട്ടികളിലും പ്രായമായവരിലേക്കും വൈറസിനെ സ്പ്രെഡ് ചെയ്യാനുള്ള ഒരു സാധ്യതയും, അവർക്ക് ഇമ്മ്യൂണിറ്റി കുറവുള്ളത് മൂലം കോവിഡ് അസുഖം മോശമാകാനുള്ള ഒരു സാധ്യതയും നമ്മൾ കാണുന്നു. ഓൾറെഡി കോവിഡ് വന്നിട്ടുള്ള ആൾക്കാരിലും ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കും വീണ്ടും കോവിഡ് വന്നു കഴിയുമ്പോൾ അത് അവരുടെ ആരോഗ്യസ്ഥിതിയെ എത്രത്തോളം ബാധിക്കും? മുമ്പ് കോവിഡ് വന്നവർക്കും വരാത്തവർക്കും കോവിഡ് ഇനി വന്നു കഴിഞ്ഞാൽ വലിയൊരു ഡിഫറൻസ് വരാനില്ല. ബേസിക്കലി അവർക്ക് എന്തൊക്കെ കൊമോർബിഡിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഓൾറെഡി എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, ഹാർട്ട് സംബന്ധമായ പ്രശ്നങ്ങളുള്ളവരിൽ, ഡയബറ്റീസ് അല്ലെങ്കിൽ ഷുഗേഴ്സ് അൺകൺട്രോൾഡ് ആയിട്ടുള്ളവരിൽ, അതല്ലെങ്കിൽ മറ്റ് ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പ്സ്, അതായത് സ്റ്റിറോയിഡ് ഗുളികൾ സ്ഥിരമായി കഴിക്കേണ്ടി വരുന്ന അസുഖങ്ങൾ, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉള്ളവർ, ഇത്തരം ഗ്രൂപ്പുകളിലൊക്കെ രോഗം വന്നാൽ അത് ഒരു പരിധിവരെ മോശമായ അവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല പൂർണ്ണമായും. ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പുതിയ വേരിയൻ്റ് ആണ്. ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങളൊക്കെ നടന്നു വരുന്നതേ ഉള്ളൂ. ഇതുവരെയുള്ള അറിവ് വെച്ച് നമുക്ക് അത്ര മോശമായ ഒരു, അതായത് നമ്മളിപ്പോൾ ഫേറ്റാലിറ്റി റേറ്റ്, അതായത് മരണനിരക്ക് നോക്കുകയാണെങ്കിൽ അത്ര മോശമായ ഒരു കണക്ക് ഇല്ല. ഏകദേശം 12,000 പേർക്ക് ആണ് ജനുവരി മുതൽ കോവിഡ് ബാധിച്ചതെങ്കിൽ കേരളത്തിൽ അത് 4,000-ൽ പരം ആൾക്കാരാണ്. അതിലാകെ 4 മരണമേ ഇതുവരെ സംഭവിച്ചിട്ടുള്ളൂ. അതും സംഭവിച്ചിട്ടുള്ള എല്ലാവരും തന്നെ ഇതുപോലെ മറ്റ് കൊമോർബിഡിറ്റീസ് എന്തെങ്കിലും ഉള്ള ആൾക്കാർ മാത്രമാണ്, പ്രായമായവർ. അത്തരക്കാർ മാത്രമാണ് കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അത്തരക്കാർക്ക് ഇത്തരത്തിലുള്ള ചുമ, പനി, ശരീരവേദന പോലുള്ള സിംറ്റംസ് കാണുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഡോക്ടറെ സമീപിച്ച് കോവിഡ് ടെസ്റ്റുകൾ ചെയ്ത് അത് പോസിറ്റീവായി വന്നാൽ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മോശമായ അവസ്ഥയിലേക്ക് പോകാതെ നമുക്ക് നല്ല രീതിയിൽ കാര്യങ്ങളെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. നേരത്തെ നമുക്ക് കോവിഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിയായിരുന്നു. അതുകൊണ്ട് നമ്മളത് സ്പ്രെഡ് ചെയ്യുന്നത് തടയാനായിട്ട് മാക്സിമം നമ്മളാൽ കഴിയുന്നത് നമ്മൾ ചെയ്യുമായിരുന്നു. എന്നാൽ ഇപ്പം നമുക്ക് ചുറ്റും ധാരാളം കോവിഡ് പേഷ്യൻസ് ഉണ്ട്. ആരും അത് അത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. ഇതിനെക്കുറിച്ചുള്ള സാറിൻ്റെ അഭിപ്രായം എന്താണ്? ഒന്ന്, നമുക്കറിയാം, നമുക്ക് ആദ്യം കോവിഡ് വന്ന സമയത്ത് അതൊരു പുതിയ ഒരു ഡിസീസ് ആയിരുന്നു. ആർക്കും എന്താ അതിൻ്റെ ഒരു രോഗാവസ്ഥയെക്കുറിച്ചോ അല്ലെങ്കിൽ അത് എങ്ങനെയായിരിക്കാം, അതിൻ്റെ പ്രോഗ്നോസിസ്, ഭാവി എന്തായിരിക്കാം എന്നതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയുമില്ലായിരുന്നു. നമ്മൾ ഒരുപാട് പഠനങ്ങൾ നടത്തി കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പോൾ വ്യക്തമാണ്. ഇത് വന്നാൽ കൂടി എന്ത് സംഭവിക്കാം, ആരൊക്കെ ശ്രദ്ധിക്കണം, ആർക്കൊക്കെ എന്തൊക്കെ തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യണമെന്നതിനെക്കുറിച്ച് ഡോക്ടേഴ്സും കുറേ കൂടെ അവെയറാണ്. അതുപോലെ തന്നെ പബ്ലിക്കും കുറേ കൂടെ ഡിസീസിനെ കുറിച്ച് അവെയറാണ്. അതൊരു കാര്യം. രണ്ടാമതായി മറ്റൊരു കാര്യം, നമ്മളെല്ലാവരും തന്നെ വാക്സിനേറ്റഡ് ആണ്. ഡോക്ടേഴ്സ് ആണെങ്കിലും ജനറൽ പബ്ലിക് ആണെങ്കിലും എല്ലാവരും തന്നെ നല്ലൊരു ശതമാനം ഇന്ത്യയിൽ വാക്സിനേറ്റഡ് ആണ്. അപ്പോൾ വാക്സിനേഷൻ്റെതായ ഗുണങ്ങൾ എന്തായാലും എല്ലാവരിലും നമുക്ക് കാണാൻ സാധിക്കും. അഥവാ വന്നാൽ കൂടെ അതൊരു സിവിയർ ആയിട്ടുള്ള അവസ്ഥയിലേക്ക് പോകാതെ നല്ല രീതിയിൽ നമുക്ക് മാനേജ് ചെയ്ത് വരാമെന്നുള്ള ഒരു അവയർനെസ്സും പബ്ലിക്കിനും ഉണ്ട്. ആ ഒരു കോൺഫിഡൻസും നമുക്ക് ഡോക്ടേഴ്സിനും ഉണ്ട്. അതിൻ്റെയൊക്കെ ഒരു വ്യത്യാസമാകാം ഒരു പരിധിവരെ നമുക്ക് ഇത് സഹായിക്കുന്നത്.